ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഇന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയിൽ വിശ്വസിച്ച് മണ്ണെണ്ണ ഉപയോഗിച്ചിരുന്ന വള്ളങ്ങളിലെ എഞ്ചിൻ പെട്രോൾ എഞ്ചിനാക്കി മാറ്റിയവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. കാരണം സർക്കാർ വാഗ്ദാനം ചെയ്ത 50,000 രൂപ സബ്സിഡി ഒരു വർഷത്തിലേറെയായിട്ടും പലർക്കും ലഭിച്ചിട്ടില്ല. ഇതിനൊപ്പം മണ്ണെണ്ണ ഉപയോഗിക്കാനുള്ള പെർമിറ്റും റദ്ദാക്കിയതോടെ പഴയ സംവിധാനത്തിലേക്ക് മടങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. എങ്ങനെ ഈ സാഹചര്യം ഉണ്ടായി എന്ന് ലളിതമായി നോക്കാം. ലോകമെമ്പാടും കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിക്കാനും കാലാവസ്ഥ മാറ്റം കുറയ്ക്കാനുമുള്ള പദ്ധതിയുടെ ഭാഗമായി പല രാജ്യങ്ങളും മലിനീകരണം ഉണ്ടാക്കുന്ന ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയും ഈ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് മണ്ണെണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ തീരുമാനിച്ചത്. ഈ തീരുമാനത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ മണ്ണെണ്ണയുടെ വിതരണം കുറച്ചു. എന്നാൽ ഇതിന്റെ വലിയ ആഘാതം അനുഭവിച്ചത് മത്സ്യത്തൊഴിലാളികളാണ്. കാരണം കേരളത്തിലെ നിരവധി ചെറിയ മത്സ്യബന്ധന വള്ളങ്ങൾ ഇപ്പോഴും മണ്ണെണ്ണ എഞ്ചിനുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. മണ്ണെണ്ണ എഞ്ചിനുകൾ പെട്രോൾ എഞ്ചിനുകളാക്കി മാറ്റാൻ മത്സ്യത്തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. ഒരു എഞ്ചിൻ മാറ്റാൻ ഏകദേശം 1,10,000 രൂപ ചെലവഴിക്കുമെന്നാണ് കണക്കാക്കിയത്. അതിൽ 50,000 രൂപ സർക്കാർ സബ്സിഡിയായി നൽകുമെന്ന് പ്രഖ്യാപിച്ചു. ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് നിരവധി മത്സ്യത്തൊഴിലാളികൾ സ്വന്തം പണം ചെലവഴിച്ച് പുതിയ പെട്രോൾ എഞ്ചിനുകൾ വാങ്ങിയത്. പദ്ധതി മത്സ്യഫെഡിലൂടെയാണ് നടപ്പാക്കിയത്. എഞ്ചിൻ മാറ്റിയ ശേഷം സബ്സിഡി ലഭിക്കാൻ അപേക്ഷകളും നൽകി. എന്നാൽ ഒരു വർഷത്തിലേറെയായിട്ടും പലർക്കും ആ പണം ലഭിച്ചിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നം. കേരളത്തിൽ ഏകദേശം 36,000 മണ്ണെണ്ണ എഞ്ചിനുകൾ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇവയെല്ലാം ഘട്ടം ഘട്ടമായ പെട്രോൾ എഞ്ചിനുകളാക്കി മാറ്റാനായിരുന്നു സർക്കാർ പദ്ധതി. ആദ്യഘട്ടത്തിൽ 500 മത്സ്യത്തൊഴിലാളികൾക്ക് സബ്സിഡി നൽകാനാണ് തീരുമാനിച്ചത്. എന്നാൽ പദ്ധതി തുടങ്ങിയെങ്കിലും സബ്സിഡി വിതരണം പ്രതീക്ഷ വേഗത്തിൽ നടന്നില്ല. ഇതിനിടയിൽ സർക്കാർ മണ്ണെണ്ണ ഉപയോഗിക്കാനുള്ള പെർമിറ്റും റദ്ദാക്കി. അതോടെ പഴയ എഞ്ചിൻ ഉപയോഗിക്കാനും സാധിക്കാത്ത അവസ്ഥയായി. പുതിയ എഞ്ചിൻ വാങ്ങിയവർക്ക് വാഗ്ദാനം ചെയ്ത സഹായം ലഭിച്ചില്ല. ഇതോടെ പല മത്സ്യത്തൊഴിലാളികളും കടബാധ്യതയിൽ അകപ്പെട്ടു. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവ് ആന്റണി കുരിശിങ്കലിന്റെ അഭിപ്രായത്തിൽ മണ്ണെണ്ണ ഉപയോഗിച്ചിരുന്ന കാലത്ത് പലപ്പോഴും കടമായി ഇന്ധനം വാങ്ങാൻ സാധിക്കുമായിരുന്നു. എന്നാൽ പെട്രോൾ അങ്ങനെ എളുപ്പത്തിൽ കടം വാങ്ങാൻ കഴിയില്ല. ആയതിനാൽ ദിവസേന മത്സ്യബന്ധനത്തിന് പോകാൻ പോലും പലർക്കും പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഇതിനൊപ്പം പുതിയ എഞ്ചിൻ വാങ്ങാൻ പലരും ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തു. ചിലർ സ്വന്തം വീടിന്റെ രേഖകൾ പണയം വെച്ചു. ചിലർ ഭാര്യയുടെ സ്വർണം പോലും പണയപ്പെടുത്തി. അത്തരത്തിൽ എഞ്ചിൻ വാങ്ങിയ ഒരു മത്സ്യത്തൊഴിലാളി പറയുന്നത് സർക്കാർ സബ്സിഡി ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വായ്പ എടുത്തതെന്നാണ്. എന്നാൽ ഒരു വർഷവും 4 മാസവും കഴിഞ്ഞിട്ടും പണം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ബാങ്ക് വായ്പയുടെ തുക തിരിച്ചടയ്ക്കാൻ സമ്മർദ്ദം കൂടുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറയുന്നു. മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന പരാതി ഒന്ന് തന്നെയാണ്. സർക്കാർ പറഞ്ഞതുപോലെ സബ്സിഡി സമയത്ത് ലഭിച്ചിരുന്നുവെങ്കിൽ ഇത്രയും വലിയ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ഇതിനെക്കുറിച്ച് മത്സ്യഫെഡ് അധികൃതരും വിശദീകരണം നൽകിയിട്ടുണ്ട്. അവരുടെ വാക്കുകൾ പ്രകാരം സബ്സിഡി നൽകേണ്ട തുക സർക്കാർ ഇതുവരെ അനുവദിച്ചിട്ടില്ല. ആയതിനാൽ അപേക്ഷ നൽകിയ മത്സ്യത്തൊഴിലാളികൾ ദിവസേന എത്തുന്നുണ്ടെങ്കിലും പണം നൽകാൻ കഴിയുന്നില്ല. പുതിയ സംസ്ഥാന ബജറ്റിൽ ഇതിനായി തുക മാറ്റിവെച്ചിട്ടുണ്ടെന്നും സർക്കാർ ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് സബ്സിഡി വിതരണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അവർ പറയുന്നു. ഇതിനിടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിലും ഫിഷറീസ് വകുപ്പ് കർശന നടപടികൾ സ്വീകരിക്കുകയാണ്. ട്രോളിംഗ് നിരോധന കാലത്ത് യന്ത്രവൽക്കരണം ബോട്ടുകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നത് നിയമവിരുദ്ധമാണ്. ഈ നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിരോധന കാലത്ത് നടത്തിയ പരിശോധനകളിൽ ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗവും ചേർന്ന് 10 നിയമലംഘനങ്ങൾ കണ്ടെത്തി. പിടിച്ചെടുത്ത മത്സ്യങ്ങൾ ലേലം ചെയ്ത് പിഴ ഈടാക്കുകയും ഏകദേശം 1,98,150 രൂപ സർക്കാർ ഈടാക്കി. കടലിലെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാനും മത്സ്യങ്ങളുടെ പ്രജനനകാലം സുരക്ഷിതമാക്കുവാനാണ് എല്ലാ വർഷവും ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഈ നിയമം പാലിക്കാത്തത് മത്സ്യസമ്പത്ത് വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ സമീപത്തെ ഫിഷറീസ് സ്റ്റേഷനിലോ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കണമെന്ന് പൊതുജനങ്ങളോട് വകുപ്പ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മണ്ണെണ്ണ എഞ്ചിനുകളിൽ നിന്ന് പെട്രോൾ എഞ്ചിനുകളിലേക്ക് മാറാൻ സർക്കാർ നൽകിയ നിർദ്ദേശം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി എടുത്ത ഒരു തീരുമാനമാണ്. എന്നാൽ ആ തീരുമാനത്തിനൊപ്പം വാഗ്ദാനം ചെയ്ത സാമ്പത്തിക സഹായം സമയത്ത് ലഭിക്കാത്തത് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് പഴയ മണ്ണെണ്ണ സംവിധാനം അവസാനിപ്പിക്കുകയും പുതിയ എഞ്ചിനുള്ള സബ്സിഡി വൈകുകയും ചെയ്യുന്നതോടെ നിരവധി കുടുംബങ്ങൾ കടബാധ്യതയിൽ അകപ്പെട്ടു. ആയതിനാൽ സർക്കാർ പ്രഖ്യാപിച്ച സഹായം എത്രയും വേഗം വിതരണം ചെയ്യുകയും മത്സ്യത്തൊഴിലാളികളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും ചെയ്യേണ്ടത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ ട്രോളിംഗ് നിരോധനം പോലുള്ള നിയമങ്ങളും കർശനമായി നടപ്പാക്കേണ്ടതുണ്ട്. പരിസ്ഥിതി സംരക്ഷണവും മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സുരക്ഷയും ഒരുപോലെ ഉറപ്പാക്കുന്ന നയങ്ങളാണ് മുന്നോട്ടുള്ള വഴി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.